തൂവാനത്തുമ്പികളിൽ ഒരുപാട് പെർസ്പെക്റ്റീവ് നമുക്ക് എടുക്കാൻ പറ്റും. അതിനകത്ത് ഏറ്റവും സെലിബ്രേറ്റഡ് പെർസ്പെക്റ്റീവ് ആണ് ക്ലാരയുടെ പെർസ്പെക്റ്റീവ്. വേറൊരു കഥാപാത്രം ഉണ്ട് അവിടെ. ഇപ്പം ജയകൃഷ്ണനും ക്ലാരയിലൂടെയും പോകുമ്പോൾ തന്നെ അവിടെ രാധയുടെ, പാർവതിയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ട്. അതായത് മണ്ണാർത്തൊടിയിലെ ജയകൃഷ്ണന്റെ എല്ലാ തരത്തിലുമുള്ള ജീവിതങ്ങളെ പറ്റി നന്നായി ബോധ്യമുള്ള ഒരാളാണ് രാധ. എല്ലാ തരത്തിലുള്ള ജീവിതം, അയാളുടെ സോ കോൾഡ് ദുർനടപ്പുകളെല്ലാം അറിയുന്ന ഒരാളാണ് രാധ. എന്നിട്ടും അയാളെ രാധ വളരെ തീവ്രമായിട്ട് തന്നെയാണല്ലോ രാധയുടെ ആംഗിളില് ജയകൃഷ്ണനോടുള്ള സ്നേഹം. കാരണം ഇതെല്ലാം അറിയാം. രാധ ജയകൃഷ്ണനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് അവർക്കൊരു വിട്ടുവീഴ്ചയില്ല. റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സീനിൽ നമ്മൾ യാത്ര ചെയ്യുക ഒന്നെങ്കിൽ ക്ലാരയിലൂടെ അല്ലെങ്കിൽ ജയകൃഷ്ണനിലൂടെയാണല്ലോ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുക റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിന്നെ ക്ലാരയും ജയകൃഷ്ണനും ഒന്നിക്കണം എന്നാണ്. പക്ഷെ അവിടെ ദൂരെ നിന്ന് നോക്കുന്ന ഒരു രാധയുണ്ട്. ഇവരെ ഒന്നിക്കരുതെന്ന് മാത്രം ആഗ്രഹിച്ചിട്ട് ആ കാഴ്ച കാണുമ്പം ഒരു ആശ്വാസം ഉണ്ടാകുന്ന ഒരു രാധയുടെ കഥാപാത്രമുണ്ട്. അപ്പൊ അത് തൂവാനത്തുമ്പികൾ ഭയങ്കര കോംപ്ലക്സിറ്റിയുടെ ഒരു സിനിമയാണ്. അതുപോലെ തൂവാനത്തുമ്പികൾ പോലെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രാധാമാധവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ഞാൻ പറഞ്ഞത് ആഘോഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പം ഞാൻ അങ്ങനെ പറയുന്നത് മോശമായെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു കോമൺ സിനിമ തൂവാനത്തുമ്പികളാകുമ്പോൾ രാധാമാധവ് അത്രയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. രാധാമാധവത്തിനകത്ത് ഒന്ന് ഈ അച്ഛനും മകനും വളരെ അടുപ്പമുള്ള ഭയങ്കര സൗഹൃദമുള്ള രണ്ടുപേര്. മകനും എന്ന് വെച്ചാൽ വളർത്തുമകനാണല്ലോ, മകനും കാമുകിയും തമ്മിൽ വളരെ വളരെ വലിയ ബന്ധമുണ്ടാകുന്നു. ഈ അച്ഛനും രണ്ടാം ഭാര്യയും തമ്മിൽ, തിലകനും ഗീതയും തമ്മിൽ വളരെ സ്നേഹബന്ധം, തിലകനും ജയറാമും തമ്മിൽ നല്ല ബന്ധം. അപ്പം ഇതെല്ലാം ഉള്ളപ്പോഴും ഈ അച്ഛൻ്റെ രണ്ടാം ഭാര്യയായ ഗീതയും ജയറാമിന്റെ കഥാപാത്രവും തമ്മിൽ ഒരു വലിയ സ്നേഹബന്ധം ഉണ്ടാകുന്നുണ്ട്. ഒരു അങ്ങേയറ്റം ഒരു മാതൃപുത്ര സ്നേഹമാണ് അവർക്കിടയിൽ രൂപപ്പെടുന്നത്. പക്ഷെ ഇത് രണ്ടാനമ്മ ആയതിന്റെ പേരിൽ മാത്രം ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ പേരിലുണ്ടാകുന്ന ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര സിനിമയാണ് രാധാമാധവ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആ ജോണറിൽ ഇറങ്ങിയിട്ടുള്ള ബാക്കി എല്ലാ സിനിമകളും ഒരുപാട് ആഘോഷിക്കപ്പെട്ടപ്പോൾ അത്ര കണ്ട് രാധാമാധവ് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെടാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സിനിമയാണ്. ആ സമയത്ത് ഒരുപാട് സിനിമകളുണ്ടല്ലോ. എല്ലാ സിനിമകളും ഇങ്ങനെ ഭയങ്കര രസമാണ്. ഇപ്പോഴത്തെ സിനിമകൾ മോശമാണെന്നല്ല, ഇപ്പോഴത്തെ സിനിമകൾ വളരെ രസമാണ്. രാഹുൽ അത് പറയുമ്പോൾ അത് ഹരി ചിറ്റയെ കാണാൻ വേണ്ടി വരുന്ന സീൻസുകളിൽ സത്യത്തിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ എനിക്ക് അഫെക്ഷൻ ആയിരുന്നു അവരോട് തോന്നിയത്. അതായത് ഹരിക്ക് അങ്ങനെ ഒരു അഫെക്ഷൻ ഉണ്ടാവും എന്നാണ് എൻ്റെയും മനസ്സ് ചിന്തിച്ചത്. അപ്പം അഫെക്ഷനേറ്റായിട്ട്, പക്ഷെ എന്നാൽ പേടിയുണ്ട്, ഇതെന്താണ് ഏതാണ് നമുക്ക് തന്നെ അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ തന്നെ ലോഹിദാസ് എഴുതിയിരിക്കുന്നത് ലോഹിദാസ് ആണല്ലോ. ആ വഴിയിലൂടെ നമ്മൾ നയിച്ചു. അപ്പൊ ഹരിയും ചിറ്റയും കൂടെ കാണാൻ വേണ്ടിയിട്ടുള്ള സീൻസ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് ആ ടൈമിൽ. പക്ഷെ ഇന്ന് വേറൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നമുക്കൊരു പേടിയും ഇവർ തമ്മിൽ വേറൊന്നും ആകരുത് എന്നുള്ളൊരു ആഗ്രഹവും ഒക്കെ നമുക്ക് ആ സമയത്ത് രൂപപ്പെടും. എന്നിട്ട് ഇവർ കണ്ടാൽ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ എന്താ പറഞ്ഞത്, ഈ കോംപ്ലക്സിറ്റീസ്, റിലേഷൻഷിപ്പ് കോംപ്ലക്സിറ്റീസിനൊക്കെ ഭയങ്കര മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ഞാൻ ഈ അടുത്തിപ്പോൾ കണ്ടിട്ട് കുറെ ആയെങ്കിലും ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളൊരു സിനിമയാണ്. ഈ തൂവാനത്തുമ്പികളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഈ തൂവാനത്തുമ്പികളിൽ ഈ ക്ലാര പറയുന്നത് മലയുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു മുറിവിനോടും മാത്രം ബന്ധമുള്ള ചങ്ങല, അപ്പം ആ കണ്ണി എന്ന് പറയുന്നത് ലാലേട്ടന്റെ ക്യാരക്ടറാണല്ലോ, ആ കണ്ണിയോടും ജയേഷനോട് മാത്രം, ഒരു മുറിവിനോട് മാത്രം, മുറിവിലെ ആ കണ്ണിയോട് മാത്രം ബന്ധമുള്ള മുറിവാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവൾ പറയുന്നത്. അത്രയേറെ ജയേഷനെ ഇഷ്ടപ്പെട്ടിട്ടും ജയേഷനെ ഒത്തിരി പറയുന്നുണ്ട്, 3-4 തരത്തിൽ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും അവള് പിടികൊടുക്കുന്നില്ല. എന്നിട്ട് അവള് ഈ സ്വതന്ത്രമായി പോകുന്നുണ്ട്. അപ്പോഴും അയാൾ ആരാധിച്ചിരുന്നു എന്ന് പറയുന്ന ജയകൃഷ്ണന്റെ ഒരു മനസ്സുണ്ട്. അപ്പൊ ആ ജയകൃഷ്ണൻ ആ സമയത്തും ഈ രാധ വരുമ്പോഴും ഒക്കെ ജയകൃഷ്ണൻ അവളെ തന്നെ സ്വപ്നം കണ്ടിരിക്കുക, അവൾ വീണ്ടും വരുമെന്ന് തന്നെ ജയകൃഷ്ണൻ അവസാനം വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന ജയകൃഷ്ണന്റെ ഒരു നിഷ്കളങ്കതയുണ്ട്. ജയകൃഷ്ണൻ അതർ സൈഡ് വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് കാണിച്ചു തന്ന ഒരു ജയകൃഷ്ണന്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ട്. പലരുമായും ബന്ധമുള്ള ഒരാൾക്കും ഏതെങ്കിലും ഒരാളോട് വളരെ സിൻസിയർ ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു ക്യാരക്ടറാണല്ലോ ജയകൃഷ്ണനിലൂടെ കാണുന്നത്. അപ്പം എത്ര പ്രണയം ഉണ്ടാകുന്ന മനുഷ്യന്മാർക്കും ഒരു പ്രണയം വളരെ സിൻസിയർ ആയിരിക്കും എന്നുള്ളത് വളരെ നോർമലായിട്ടുള്ളൊരു ഒരു ചിന്താഗതിയാണല്ലോ അത്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് സീനിൽ നമ്മൾ ഇനിയും കൺവിൻസ്ഡ് അല്ലാത്ത പോയിന്റ് ഉണ്ട്. അത് ക്ലാര ആ തീരുമാനം എടുക്കുന്നത് ക്ലാരയ്ക്ക് വേണ്ടിയിട്ടാണോ, ജയകൃഷ്ണന് വേണ്ടിയിട്ടാണോ, അതോ പിന്നെ രാധയ്ക്ക് വേണ്ടിയിട്ടാണോ, അതോ ഇനിയും സോമന്റെ ക്യാരക്ടറിനോട് തോന്നുന്ന
ഒരു സഹാനുഭൂതി കൊണ്ടാണോ? കാരണം അങ്ങനെ ഒരു എമ്പതി ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണല്ലോ ത്രൂ ഔട്ട് ക്ലാര അതിനകത്ത് പിക്ചറൈസ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ 4 പേരിൽ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതൊന്നും അല്ലാതെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമുക്കിപ്പോഴും കൺവിൻസ്ഡ് അല്ല ഏത് പോയിന്റിലാണ് ആ തീരുമാനം എടുക്കുക എന്ന്. ഒരുപക്ഷെ എഴുത്തുകാരനല്ലാതെ വേറൊരാൾക്കും അറിയില്ലായിരിക്കും. ചിലപ്പോൾ അദ്ദേഹവും ചിന്തിച്ചിട്ടുണ്ടാകില്ല. അദ്ദേഹവും എഴുതിയപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നതെന്ന് ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കും. പക്ഷേ ഒരു മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉണ്ട് എന്തിനാണ് ആ തീരുമാനം എന്നുള്ളൊരു ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. അതിന്റെ പാട്ടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രീമാരൻ തമ്പി സാർ എഴുതിയ ആരാരെ ആദ്യം ഉണർത്തി ആരാരുടെ നോവ് പകർത്തി എന്നാണ്, ആരാരുടെ ചിറകിലൊതുക്കി അറിയില്ലല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മൾ നടത്തി നോക്കുമ്പോൾ പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ആരുടെ നോവ് പകർത്തി, അപ്പൊ ആ നോവ് എന്ന് പറയുന്നത് ഒരു പ്രണയത്തിലൂടെ ഉണ്ടായ ഒരു നോവാണ്. അപ്പൊ അതെന്താണ് എന്നുള്ള ചോദ്യമാർക്ക് കേട്ട് സംസാരിക്കും. അതിലെ പാട്ട് മനോഹരമാണ്, എല്ലാ പാട്ടും മനോഹരമാണ്. അതിനേക്കാളൊക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രത്യേകിച്ച് എനിക്കൊന്ന് വാർത്തുമ്പികൾ ഇറങ്ങിയിട്ട് കുറഞ്ഞതൊരു 4 പതിറ്റാണ്ടിനോട് എടുക്കുന്നുണ്ടല്ലോ തൂവാൻതുമ്പികൾ ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ 4 പതിറ്റാണ്ട് എടുക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ ഇൻസ്റ്റാഗ്രാം റീൽസിലും മഴയെപ്പറ്റി സംസാരിക്കാൻ, പ്രണയത്തെപ്പറ്റി സംസാരിക്കാൻ മദർ സുപ്പീരിയറിന് കത്തെഴുതുമ്പോഴത്തെ ഇതാണല്ലേ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എത്ര ലാസ്റ്റിംഗ് ആണ്. പാട്ടുകൾ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കുറേ കൂടെ കൺവിൻസ്ഡ് ആണ്. കാരണം അത് ആ മൊമെന്റിന്റെ ഒരുപാട് ഇന്റൻസിറ്റിയെ കാണിക്കാനായിട്ട്, ഡയലോഗുകളെ ചുരുക്കാനായിട്ട്, ഒരു വലിയ തീമിനെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാനൊക്കെ ആയിട്ട് പാട്ടിന്റെ വരികളുണ്ടല്ലോ നമ്മുടെ മുന്നിൽ. ഇത് നമുക്ക് ഇപ്പം എനിക്ക് പാടാൻ അറിയില്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ പാടുന്നില്ലേ. അപ്പം ഈ പാടാൻ അറിയാൻ പാടില്ലാത്ത ഒരാൾക്കും പാട്ട് പറയാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയാൻ പറ്റില്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ താളത്തിൽ തന്നെ മ്യൂസിക് ഇട്ടാൽ മാത്രമേ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോഴും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു ഭയങ്കര മാജിക്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു മാക്സിമം. ജോൺസൺ മാഷ് അതെ അതെ ലെവൽ അതെ 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 പെരുമ്പാവൂർ സാറാണ് ചെയ്തത്. ജോൺസൺ മാഷ അൾട്ടിമേറ്റ്. അത് അടിപൊളി പരിപാടിയാണ്. അതെ അതെ അതെ. ഈ യുവാക്കളുടെ പലതരത്തിലുള്ള സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അരിക എന്ന് പറയുന്ന ആപ്പ്, അപ്പം ഇതിനൊക്കെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. അപ്പം എനിക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനാണെങ്കിൽ ഇപ്പൊ അരിക ആപ്പില് രാഹുൽ മെമ്പർ അല്ല എന്ന് വിചാരിക്കുന്നു. അതെന്താ മെമ്പർ ആവാത്ത? അല്ല, ഈ ഞാൻ പറഞ്ഞതേ ഇതൊന്നും പുതിയ കാര്യമല്ല. ഇതൊന്നും പുതിയ കാര്യമല്ല. ഇപ്പൊ അതിനൊന്ന് ഒരു ആപ്പിലൂടെ കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടി ഒരു ആപ്പ് വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയട്ടെ, അപ്പം എന്താ ഇത് പറയുന്നത്? ഓരോരോ കാലഘട്ടത്തില് പല പല ബന്ധങ്ങളെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്. ഇപ്പം അതിങ്ങനെ അരികെ പറയുമ്പോഴാണ് നമുക്ക് ഇതൊരു ശരിയാണോ തോന്നുന്നത്? ഇങ്ങനെ ഒരാൾക്ക് പല കാലഘട്ടത്തിൽ പല ബന്ധങ്ങളാകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അത് എത്ര സ്വാഭാവികമായിട്ടാ മറ്റേ ചേരൻ ഓട്ടോഗ്രാഫിൽ ചെയ്തിരിക്കുന്നത്.